നിസാം സെയ്ദ് മന്ത്രി പദവിയിലേക്ക് എത്തുന്നു. കരുണാകരൻ അങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാ അമ്പലങ്ങളും സന്ദർശിച്ച് കുടുംബവുമായി സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക് വരുന്നു. വഴിയിൽ വെച്ച് വീണ്ടും വരുന്ന സന്ദേശം അദ്ദേഹമല്ല മന്ത്രി എന്നതാണ്. പിന്നീട് 2001 ഉജ്ജ്വല UDFിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം KPCC ആസ്ഥാനത്തേക്ക് ഇരച്ചുകുത്തിയെത്തിയ പ്രവർത്തകരുടെ ആഹ്ലാദത്തിൽ കെ മുരളീധരൻ KPCC അധ്യക്ഷ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ഏകനായ ഒരു മനുഷ്യൻ വാഹനത്തിന്റെ താക്കോൽ തിരികെ ഇവിടെ ഓഫീസിൽ ഏൽപ്പിച്ച് ഒരു ഓട്ടോയ്ക്കായി കാത്തു നിൽക്കുന്നതും കേരള രാഷ്ട്രീയം കാണേണ്ടി വന്നു. സമീപകാലത്തൊന്നും ഇല്ലാത്ത എളിമയാർന്ന രാഷ്ട്രീയ ജീവിതം ഇവിടെ തിരശീല വീഴുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അങ്ങ് അനുഭവങ്ങളിലൂടെ ഓർക്കുന്നത്? കോൺഗ്രസിലെ സർവ്വസമ്മതനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസ് നേരിടുന്ന എല്ലാ തർക്കങ്ങളിലും അതിന്റെ പരിഹാരമായി അതിൽ ഉയർന്നു വന്നിരുന്നത് തെന്നലയുടെ പേരാണ്. നമുക്കറിയാം 1977 കോൺഗ്രസ് പിളർന്നപ്പോൾ തെന്നല ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകുന്ന കേരളത്തിൽ കെ കരുണാകരൻ നേതൃത്വം നൽകുന്ന വിഭാഗത്തോടൊപ്പമായിരുന്നു. 1980 അദ്ദേഹം വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് അടൂർ മത്സരിച്ചതും പരാജയപ്പെട്ടതും. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായിരുന്ന 80കളിലും 90കളിലും അദ്ദേഹം വിഭാഗത്തിനോടൊപ്പം ആയിരുന്നു അറിയപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ക്രമേണ ഒരു നിഷ്പക്ഷ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ആ നിഷ്പക്ഷത അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളിൽ നിന്നും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടിമുടി പുലർത്തിയിട്ടുള്ള മാന്യമായ ആഭിജാത്യം നിലർന്ന പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 1986 ശ്രീ MP ഗംഗാധരൻ രാജിവെച്ചതിനെ തുടർന്ന് മന്ത്രിയാകും എന്ന് പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്നു. അവസാന നിമിഷം എന്താണ് സംഭവിച്ചത്? അക്കാര്യത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ളയുമായി ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയുമായി അങ്ങേക്ക് നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അദ്ദേഹം? അങ്ങനെ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അന്ന് പരിഗണിക്കപ്പെട്ട 2 പേരുകൾ, ഒന്ന് തെന്നല ബാലകൃഷ്ണപിള്ളയുടേതും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടേതുമായിരുന്നു. യുവജന പ്രാതിനിധ്യം എന്ന പേരിൽ അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല മന്ത്രിയായി. പക്ഷേ യാതൊരു വിധത്തിലുള്ള അദ്ദേഹം പ്രതികരണങ്ങൾ നടത്താനോ എന്തെങ്കിലും അസംതൃപ്തി പരസ്യമാക്കാനോ ഒരിക്കലും ഒരു കാര്യത്തിലും തെന്നല തയ്യാറായിട്ടില്ല എന്നുള്ളതുപോലെ അന്നും അദ്ദേഹം വളരെ നിസ്സംഗതയോടുകൂടി അതിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം മന്ത്രിയാകും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രിയായി കരുണാകരൻ അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ യാതൊരു വിധത്തിലുള്ള